നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയുമ്മ സാജൻ. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സിനിമയിൽ ഇപ്പോൾ അങ്ങനെ ആരും ചേരി തിരിവൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ സിനിമയിൽ. പലരും ഈ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, പിന്നെ മുമ്പ് ദിലീപിന് ഫാൻസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതത്ര അങ്ങനെ പുഷ്ടി പ്രാപിച്ചില്ലാന്ന് തോന്നുന്നു എന്തോ. എങ്കിലും ഇപ്പോൾ സജീവമായിട്ട് മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ് എന്ന് കേൾക്കാറുണ്ട്. കാരണം എന്നോട് ചോദിക്കുന്നു, സാറിൻ്റെ ഇത്രയും പടത്തിൽ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടാണോ മമ്മൂക്കായെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ഞങ്ങളുടെ മോഹൻലാലേട്ടനെ കുറിച്ച് എന്താ പറയാത്തതെന്ന് ചോദിക്കുന്നു. എന്തേ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ സംശയം. മോഹൻലാലും മമ്മൂട്ടിയുള്ള സൗഹൃദം നിങ്ങൾക്കറിയോ? നല്ല സൗഹൃദമാണ്. ലാല് മമ്മൂട്ടിയുടെ ഇച്ചാക്ക എന്നാണ്. ഇച്ചാക്ക എന്ന് വിളിച്ചാൽ മമ്മൂട്ടിയുടെ അടുത്തുള്ള ആൾക്കാരാണ് ഇച്ചാക്ക എന്ന് വിളിക്കുന്നത്. മുമ്പൊക്കെ മൂത്ത ജ്യേഷ്ഠന വലിയാക്ക, ഇളയ ജ്യേഷ്ഠന കൊച്ചാക്ക, അതായത് കൊച്ചു കാക്ക, വലിയ കാക്ക, അത് പറഞ്ഞാണ് ഇച്ചാക്കയായത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സൗഹൃദമാണ് അവർ തമ്മിലുള്ളത്. പിന്നെ എൻ്റെ സിനിമയിൽ മമ്മൂട്ടി കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടറിഞ്ഞെന്നുള്ള സിനിമയിൽ രണ്ടുപേരും അഭിനയിച്ചില്ലേ? ഇനിയും പറഞ്ഞാൽ ഒരു പക്ഷേ ലാലിൻ്റെ പ്രകടനമാണ് കുറച്ച് കൂടുതൽ. മമ്മൂട്ടി സൈലൻ്റായിട്ട് അഭിനയിക്കേണ്ടത്. ആ കഥാപാത്രം അങ്ങനെയാണ്. കാരണം സ്വന്തം സഹോദരിയെ മേനകയെ ആരോ ചതിച്ചു, അതിൽ കുട്ടി ജനിച്ചു പോയി, ഇപ്പോൾ അയാൾ ജയിലിലാണ്. അത് മോഹൻലാലിൻ്റെ കഥാപാത്രമാണ്, കണ്ടവർക്കറിയാം. മാത്രമല്ല ആ പടത്തിലല്ലേ മോഹൻലാലും മാളയും നല്ല പാട്ട് പാടിയത്. ഇപ്പോഴും നീ അറിഞ്ഞോ മേലേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് പാട്ടൊക്കെ പാടിയത് എൻ്റെ ആ പടത്തിലാണ്. അതിന് ഫ്ലാഷ് ബാക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് ഞാൻ ഈ അക്കര എന്നൊരു സിനിമ വർക്ക് ചെയ്തിരുന്നു അസോസിയേറ്റായിട്ട്. അത് ഗുരുവായൂരായിരുന്നു. അതിൽ ഭരത് ഗോപിയാണ് മെയിൻ, നെടുമുടി വേണു, ശ്രീനിവാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ ഒത്തിരി അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. 2 ദിവസം 3 ദിവസമൊക്കെ വന്ന് അഭിനയിച്ചിട്ട് പോകും. അപ്പോൾ എൻ്റെ റൂമിന് തൊട്ടടുത്തായിരുന്നു ലാലിന് കൊടുത്ത മുറി. ലാല് വൈകുന്നേരം വിരസത മാറ്റാനായിട്ട് എൻ്റെ മുറി വന്നിരിക്കും പുറത്ത്. അത് ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ലിബ്ര ഹോട്ടൽ എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെയായിരുന്നു. അദ്ദേഹം വന്ന് മേശപ്പുറത്ത് താളമൊക്കെ അടിച്ചു പാട്ടൊക്കെ പാടപ്പം ഞാൻ വെറുതെ എന്ന് പറഞ്ഞു, ലാലെ എന്നെങ്കിലും ഞാൻ ഡയറക്ടറാകുമ്പം നിങ്ങളെ കൊണ്ട് ഞാൻ പാട്ട് പാടിക്കും. അപ്പോൾ തമാശ ഒന്ന് പോകണ എന്നൊക്കെ പറയാം. അന്ന് സരസമായിട്ടാണ് പുള്ളി അണ്ണ എന്നൊക്കെ വിളിക്കുന്നത്. നല്ല രസമാണ് അത്. പക്ഷേ അത് ഞാൻ മനസ്സിൽ വെച്ചിരുന്നു. അങ്ങനെയാണ് കണ്ട സമയത്ത് ഞാൻ ലാലിനെ കൊണ്ട് പാടിച്ചത്. നല്ല മനോഹരമായിട്ട് പാടും. ഇന്ന് എവർ ലാസ്റ്റിംഗ് സോങ് അല്ലേ അത്. അപ്പോൾ അതുപോലെയാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും തമ്മിൽ ശത്രുതയൊന്നുമില്ല. പിന്നെ ഞാൻ വിട്ടുപോകുന്നതല്ല. തീർച്ചയായിട്ടും ലാലിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അറിവിൻ്റെ അത്ര പോലും എനിക്കില്ല, എങ്കിലും ഞാൻ പറയാം. മോഹൻലാലിൻ്റെ വീട് മുടവൻ മുകളിലാണ്. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ടയിൽ ഇലന്തൂർ എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വിശ്വനാഥൻ നായർ, അമ്മ ശാന്തകുമാരി അമ്മ. അച്ഛൻ സെക്രട്ടേറിയറ്റിൽ ഗവൺമെൻറ്റിൽ ലോ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലാലിന് മൂത്ര സഹോദരനുണ്ട്, പ്യാരിലാൽ. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇവർ 2 മക്കളാണെന്നാണ് അറിവ്. അതായത് 2 പേരാണ്. അപ്പോൾ ഇവർ മുടവൻ മുകളിലാണ്. അന്ന് മുടവൻ മുകളൊക്കെ ഒരു ഭയങ്കര കാട് പിടിച്ച സ്ഥലമായിരുന്നു. ഈ പൂജപ്പുരയിൽ നിന്ന് പോകണം മുടവൻ മുകൾ. അതിനപ്പുറത്ത് മുമ്പ് എനിക്കൊരു എഡിറ്റിങ്ങിന് ഞാൻ പോകുന്നൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ കാഴ്ചയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ അവിടെയായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്തായിരുന്നു മോഹൻലാലിൻ്റെ ബ്രദർ മരണപ്പെട്ടത്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, എല്ലാം കണ്ടിരുന്നു. പ്യാരിലാൽ പിന്നീട് സിനിമയിൽ വന്ന ചരിത്രമൊക്കെ അറിയാമല്ലോ. ലാലിൻ്റെ പ്രിയദർശനും സുരേഷ് കുമാറും ഒക്കെ ഫ്രണ്ട്സായിരുന്നു. അവർ രണ്ടും, സുരേഷ് കുമാറാണ് ലാലിൻ്റെ ഫോട്ടോ അയച്ചതും മഞ്ഞ വിരിഞ്ഞ പൂക്കളുടെ അഭിനയിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് ലാലിൻ്റെ ജന്മം. പിന്നെ അറിയാമല്ലോ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ച ബാലാജി സാറാണ്. ഈ ബാലാജി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഹീറോ അഭിനയിച്ച പടം ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ആറ്റം ബോംബ്. ഇതിൻ്റെ പടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്രയുടെ അച്ഛനാണ് അഭിനയിച്ചത്. പിന്നീട് പുള്ളിക്കാരനും ബാലാജി സാറ് തമിഴിൽ ഭയങ്കര പേരെടുത്ത പ്രഗത്ഭനായ ഒരു നിർമ്മാതാവല്ലേ. ശിവാജി ഗണേശനും പുള്ളിയും ഭയങ്കര ഫ്രണ്ട്സാണ്. രണ്ടും തമിഴിൽ മച്ചി എന്നൊക്കെ വിളിക്കുമല്ലോ, മച്ച എന്നൊക്കെ വിളിക്കുക. അത് അത്ര സൗഹൃദമാണ് ശിവാജി ഗണേശനും ബാലാജി സാറും. മലയാളത്തിൽ മാത്രമല്ല, പുള്ളി തമിഴിൽ ഒരുപാട് സിനിമ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പർ പടങ്ങളാണ് പുള്ളി നിർമ്മിക്കുന്നത്. അത്രയും വലിയൊരു. പിന്നെ സുജാത ഡബ്ബിംഗ് തിയേറ്റർ, ആ ഡബ്ബിംഗ് തിയേറ്ററിൽ ഞാൻ ഏതോ പടത്തിനൊക്കെ പണ്ട്
ഡബിങ്ങിന് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അതിപ്രഗത്ഭനായ അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ. പിന്നെ ഇദ്ദേഹത്തിന് 2 മക്കൾ, പ്രണവ് മോഹൻലാൽ, പിന്നെ വിസ്മയ. 2 നിങ്ങൾക്കറിയാം. പ്രണവ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ വിസ്മയ സിനിമയിൽ വന്നിട്ടില്ല. പുള്ളിക്കാരി വേറെ രീതിയിലാണ്. അന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്ര ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ താല്പര്യം കുറിച്ചൊക്കെ. പ്രണവിനെക്കുറിച്ച് ചോദിക്കുമ്പം അവൻ്റെ കാര്യമൊന്നും പറയണ്ട, അവൻ അങ്ങനെ പണ്ടേ ഒരു ഇങ്ങനെ രീതിയാണ്. പിന്നെ ഇവർ ഇന്നതാവണം എന്നുള്ള നിഷ്കർഷയോ അല്ലെങ്കിൽ നിർബന്ധമൊന്നും മോഹൻലാലും സുചിത്രയും മക്കളിൽ ചെലുത്താറില്ല. നമ്മളൊക്കെ അല്ലേ മക്കൾ എങ്ങനെയാവണം അങ്ങനെയാവണം, അതല്ല വേണ്ടത്, ഇവർ ചെയ്യുന്നതാണ് നല്ലതാണ്. മക്കളുടെ ഇഷ്ടം അതല്ലേ നല്ലത്. அவங்க മക്കളും ചീത്തയായി പോയൊന്നുമില്ല, മിടുക്കനാണ്. അങ്ങനെ പോകുന്നു. സുചിത്ര, അതായത് മോഹൻലാലിൻ്റെ വൈഫിന് ഒരു ബ്രദറുണ്ട്, അദ്ദേഹം വലിയ പ്രൊഡ്യൂസറാണ്, സുരേഷ് ബാലാജി. അങ്ങനെ എല്ലാം സിനിമാപരമായിട്ടുള്ള സിനിമാക്കാരികളുടെ സിനിമകളുടെ ഒരു പ്രത്യേക പറുദീസ എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതം തന്നെ. പിന്നെ മോഹൻലാൽ പഠിച്ചത് മോഡൽ സ്കൂൾ, ഗവൺമെൻറ് മോഡൽ സ്കൂളിലായിരുന്നു. ഗവൺമെൻറ് മോഡൽ സ്കൂൾ തിരുവനന്തപുരത്ത്, അവിടെ പുള്ളി പഠിച്ചത്. പിന്നെ MG കോളേജിലാണ്. MG കോളേജിൽ പിന്നെ പുള്ളിക്കാരൻ BCom ഡിഗ്രി എടുത്തു, അവിടെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ, പിന്നെ ഡയറക്ടർ പ്രിയദർശൻ. ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. പണ്ടത്തെ ഒരു അടിപൊളി പാർട്ടീസാണ് ഇവരെല്ലാം ചെറുപ്പകാലത്ത്. അങ്ങനെയാണല്ലോ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ മഞ്ഞൾ പിരിഞ്ഞ മുക്കുള്ള അഭിനയിക്കുന്ന ഇദ്ദേഹം നവോദയ സ്റ്റുഡിയോയിൽ സുരേഷ് കുമാറൊക്കെ അയക്കുന്നതൊക്കെ അത്ര നല്ല സൗഹൃദമാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, അവാർഡ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ പറയാനുള്ളത്. എനിക്ക് എന്നെക്കാളും കൂടുതൽ നിങ്ങൾ ലാലിനെ കുറിച്ച് അറിയാം. അത്ര ലാൽ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നല്ലേ പറയുന്നത്. പിന്നെ അതുപോലെ എനിക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം സിനിമയിൽ വന്ന കാലത്തിന് ശേഷം അദ്ദേഹം ആദ്യകാലത്ത് ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളാണ് വെച്ചത്. അതെല്ലാം അതിമനോഹരമായിട്ടുള്ള ഇതിൽ. പണ്ട് ഹിന്ദിയിൽ ശത്രുഘ്നൻ സിൻഹ, വിനോദ് ഖന്ന, മലയാളത്തിൽ സോമേട്ടൻ, ഇവരൊക്കെ വില്ലൻ കഥാപാത്രങ്ങൾ വന്നിട്ടല്ലേ ശോഭിച്ചത്. അപ്പോൾ പുള്ളിക്കാരി എല്ലാ രീതിയും ചെയ്യും. പാട്ട് പാടും, സിനിമ നിർമ്മാതാവാണ്, സിനിമ ഡിസ്ട്രിബ്യൂട്ടറാണ്, തിയേറ്റർ ഓണറാണ്. പിന്നെ തമിഴ് പടം അഭിനയിച്ചു 20 എന്നൊരു സിനിമയിൽ. പിന്നെ അതെനിക്ക് തോന്നുന്നു MGRൻ്റെ രീതിയിലുള്ള പടമാണ് 20. കന്നഡ പടത്തിൽ അഭിനയിച്ചു, തെലുങ്ക് പടത്തിൽ അഭിനയിച്ചു, ഹിന്ദി പടത്തിൽ അഭിനയിച്ചു. പിന്നെ സൈനികനായിട്ടുള്ളപ്പോഴത്തേക്ക് അതിന് പ്രത്യേകിച്ച് പുള്ളിക്ക് കേണൽ പദവി അങ്ങനെ എന്തോ കൂടെ കിട്ടി. അവിടെയും പുള്ളി മോശമായില്ല. അതിന് എവിടെ പോകുന്നു അതിന് തീർച്ചയായിട്ടും പുള്ളി എന്തെങ്കിലും നേടിക്കൊണ്ടേ പോകാറുള്ളൂ. ഏതൊരു റോൾ കൊടുത്താലും പുള്ളിക്ക് നല്ല രീതിയിൽ അത് ചെയ്യും, ഉറപ്പാണ്. പിന്നെ ഞാൻ മനഃപൂർവ്വം മോഹൻലാലിനെ കുറിച്ച് പറയാത്തതെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും അങ്ങനെ അവസരം കിട്ടാൻ വേണ്ടിയാണ് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചോദിച്ചു നന്നായി. പിന്നെ ഇനി വേറെന്ന് പറയാനുണ്ട്, ഇവർ ഈ മോഹൻലാലും മുകേഷും കൂടെ ചേർന്നിട്ട് നല്ല മനോഹരമായ സംസ്കൃത നാടകം അവതരിപ്പിച്ചിരുന്നു. വളരെ ഫേമസ് ആയിരുന്നു, നല്ലൊരു നാടകമാണ്. മഹാഭാരതത്തിലുള്ള ഒരു കഥയെ ആസ്പദമാക്കിയാണ്. ഛായാമുഖി. ഛായാമുഖി എന്ന് വെച്ചാൽ ഒരു കണ്ണാടിയുടെ പേരാണ്. അതായത് നമുക്ക് ആ കണ്ണാടി നോക്കുമ്പോൾ ഇപ്പോൾ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ പ്രതിബിംബം അതിൽ കാണും. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയാം. ആ ഛായാമുഖിയിൽ എന്ന് വെച്ചാൽ ഈ പാണ്ഡവരുടെ വനവാസക്കാലത്ത് ഭീമസേനൻ ഹിഡുംബിയെ പരിചയപ്പെടും. ഹിഡുംബിക്ക് ഭീമസേനോടൊരു അനുരാഗം, ഒരു പ്രണയം. അപ്പോൾ ഹിഡുംബി എടുത്തൊരു കണ്ണാടി ഉണ്ടായിരുന്നതാണ് ഛായാമുഖി. ഈ ഹിഡുംബി ഭീമസേനന് കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ണാടിയിൽ ഭീമൻ ഇഷ്ടപ്പെടുന്ന ആരാണോ അതിൽ പറയണമല്ലോ. അങ്ങനെ ഛായാമുഖിയിൽ ഹിഡുംബി നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഹിഡുംബിയുടെ മുഖമല്ല, പിന്നെ ആരുടേത്? ദ്രൗപദിയുടേത്. ഇവർക്ക് വലിയ വിഷമമായി. കാരണം ഹിഡുംബി കരുതിയത് ഹിഡുംബിയെ ഭീമസേനൻ ഇഷ്ടപ്പെടുന്നു, മനസ്സിലങ്ങനെ എടുത്ത് താലോടിച്ച് നടക്കുന്നു എന്നാണ് ഹിഡുംബി കരുതിയത്. പക്ഷേ കണ്ടത് ദ്രൗപദി, അതായത് ഭീമസേനൻ്റെ ഭാര്യ. അപ്പോൾ ഹിഡുംബിക്ക് വളരെ വിഷമമായി, ഒന്നും പറഞ്ഞില്ല. വളരെ വിഷമിച്ച് ഹിഡുംബി വനത്തിലേക്ക് ഓടിപ്പോയി എന്ന്. പിന്നെ ഇത് ഭീമസേനൻ ഇത് കൊടുത്തത്, ഈ ഛായാമുഖി എന്ന് കൊടുത്തത് ദ്രൗപദിക്കാണ്. ദ്രൗപദി നോക്കി. അപ്പോൾ ഭീമസേനൻ ദ്രൗപദിക്ക് കൊടുത്ത ആ ഛായാമുഖിയിലേക്ക് നോക്കി. അപ്പോൾ ഭീമസേനൻ്റെ രൂപമാണല്ലോ ഒരു പ്രതിബിംബമായിട്ട് വരുന്നത്. ഭീമസേനൻ നോക്കുമ്പോൾ അതിൽ കാണുന്നത് ആരാണ്? വില്ലാളി വീരനായ അർജുനൻ. അദ്ദേഹം കരുതി, കണ്ടോ, ഇത്രയും ദ്രൗപദിയെ മനസ്സിൽ താലോചിച്ച് നടക്കുന്ന ദ്രൗപദി, ഈ ദ്രൗപദിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കല്യാണ സൗഗന്ധികം ഒക്കെ പറിക്കാൻ പോയതൊക്കെ അറിയാമല്ലോ, കഥയൊക്കെ അറിയാമല്ലോ. എന്നിട്ട് അദ്ദേഹത്തിനോടാണ് ദ്രൗപദിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ഇത്രയും നാൾ
ഭീമസേനൻ കരുതിയിരുന്നത്. എന്നാൽ ദ്രൗപദിയുടെ മനസ്സിൽ വില്ലാളി വീരനായ സുമുഖനായ ഭയങ്കര ഒരു നമുക്കറിയാമല്ലോ അർജുനൻ്റെ ആ വില്ലാളി വീരനും നമ്മൾ അതിലുള്ള രൂപമൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുമല്ലോ. അപ്പോൾ കർണൻ അർജുനൻ ഇങ്ങനെ രണ്ട് യോദ്ധാക്കളെയാണ് നമുക്ക് മഹാഭാരതത്തിൽ എടുത്ത് കാണുന്ന നമ്മൾ രണ്ട് പേര്. അപ്പോൾ അവർ കണ്ടത് ഭീമസേനൻ കണ്ടത് അർജുനൻ്റെ മുഖമാണ്. പുള്ളിക്കാരന് വിഷമം തോന്നിയില്ല. കാരണം ദ്രൗപദിയുടെ പുള്ളിക്കാരന് അത്ര ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. ഒരു പുറത്ത് കാണിച്ചില്ല. അങ്ങനെ വീണ്ടും 10 മടങ്ങ് സ്നേഹത്തോടെ തന്നെയായിരുന്നു ഭീമസേനൻ കരുതിയത്. പിന്നീട് വിരാട ദേശത്ത് അവിടുത്തെ രാജ്ഞിയുടെ തോഴിയായിട്ടാണ് നമ്മൾ ദ്രൗപദി അവിടെ ചെല്ലുന്നത്. അവിടുത്തെ ഒരു കുശലിക്കാരനായിട്ടാണ് ഭീമസേനൻ, അവിടുത്തെ ജോലിക്കാരൻ, കുശലിക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അവിടുത്തെ പാചകക്കാരൻ, അത് തന്നെ കുശലിക്കാരൻ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ അവിടുത്തെ രാജ്ഞി കണ്ടു ഈ ഛായാമുഖി. അപ്പോൾ ഈ ഛായാമുഖി എന്ന ഇതിൽ നോക്കുമ്പോൾ ആ ഛായാമുഖിയിൽ അവർ കാണുന്നത് അവരുടെ ഭർത്താവായ രാജാവിനെ അല്ല. രാജാവ് ഒരു പ്രായമുള്ള ആളാണ്. പകരം ആരെയാണ്? ആ രാജ്യത്തെ ഏറ്റവും സേനാധിപതിനെ ആണ് കാണുന്നത്. അപ്പോൾ അതായത് അയാളുടെ ആരോഗ്യത്തിലുള്ള കാത്തൻ സുമുഖൻ രാജാവിനല്ല കണ്ടത്. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. പിന്നീട് വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ അത് കഥ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, വേറെ രീതി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിനല്ല ഈ ഛായാമുഖിയിൽ കാണുന്നത് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അവിടുത്തെ വേറൊരു കഥ എന്ന് പറയുന്നത് ഈ വിരാടദേശത്തെ രാജ്ഞിയുടെ സഹോദരനാണ് കീചകൻ. കീചകനാണെങ്കിൽ ഒരു മിക്ക സ്ത്രീകളെയും വശീകരിച്ച് വെപ്പാട്ടിയാക്കുന്നൊരു സ്വഭാവമുണ്ട് കീചകൻ. അങ്ങനത്തെ കഥ ഏത് പെണ്ണിനെയും വശീകരിക്കാനുള്ള ഒരു പാടവം ഈ കീചകനുണ്ട്. അങ്ങനെ കീചകൻ ഇവിടെ വരുമ്പോൾ, ഈ കൊട്ടാരത്തിൽ വരുമ്പോൾ, അതായത് കീചകൻ്റെ സഹോദരിയുടെ കൊട്ടാരമാണല്ലോ ഇത്, വരുമ്പോൾ അവിടെ കാണുന്നത് സുന്ദരിയായ ദ്രൗപദിയാണ്. ദ്രൗപദിയെ ആകർഷിക്കാൻ അദ്ദേഹം പല വിദ്യകളും നോക്കിയിട്ടും ദ്രൗപദി വഴങ്ങുന്നില്ല. ഇത് വഴങ്ങുന്നപ്പോഴത്തേക്ക് കാരണം വെച്ചാൽ എത്രയായാലും ഇത് തന്നെ വഴങ്ങണം എന്ന് രീതി ശ്രമിച്ച വലിയ ശ്രമം പറഞ്ഞ രീതിയിൽ അസഹ്യമായപ്പോൾ ഈ ദ്രൗപദി ഭീമസേനോട് പറഞ്ഞു, കീചകൻ്റെ സമീപനം അത്ര ശരിയല്ല എന്ന് ഭീമസേനോട് പറയുകയാണ്. അപ്പോൾ ഭീമസേന വെറുതെ ഇരിക്കാൻ പറ്റുമോ? ദ്രൗപദിയുടെ ഭർത്താവല്ലേ. അങ്ങനെ കീചകനുമായിട്ട് ഒരു മല്ലയുദ്ധത്തിന് തയ്യാറാകുമ്പോൾ ഒരു ഉപദേശം കൊടുക്കുകയാണ് ദ്രൗപദി. അങ്ങനെ വേണ്ട, അദ്ദേഹത്തെ വശീകരിച്ചിട്ട് വേറെ രീതിയിൽ നമുക്ക് പുള്ളിക്കാരനെ ഒഴിവാക്കാം എന്ന് കരുതി അങ്ങനെ രാത്രി ദ്രൗപദിയുടെ മുറിയിലേക്ക് ക്ഷണിക്കുകയാണ്. കീചകൻ സന്തോഷമായി. കീചകൻ നേരെ സുസ്മേരവദനായിട്ട് ദ്രൗപദിയെ പ്രാപിക്കാനായിട്ട് നേരെ അങ്ങ് ചെല്ലുമ്പോൾ ആ കട്ടിൽ കിടക്കുന്നത് ദ്രൗപദി അല്ല, മറിച്ചാരാണ്? ഭീമസേനൻ. അവർ തമ്മിൽ ഒരു മല്ലയുദ്ധം നടക്കുന്നു. കീചകൻ ഭീമസേനൻ്റെ തൊഴിയേറ്റ് ഒരു മൂലയിൽ തെറിച്ച് വീഴുകയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഛായാമുഖിയുണ്ട്. അപ്പോൾ പുള്ളി മനസ്സിലാക്കുന്നത് ഇത്രയും കാലം താൻ പ്രണയിച്ച് നടന്ന പെണ്ണുങ്ങളുടെ പടം അല്ല ഇപ്പോഴും അതിൽ കാണുന്നത് ദ്രൗപദിയുടെ പടമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു ആ കഥകളും. നമ്മുടെ മനോഹരമായ ഒരു കഥയാണ് ഇതെങ്കിലും സംസ്കൃത നാടകമായിട്ട് ഇത് അവതരിപ്പിച്ചത് നമ്മുടെ മോഹൻലാലും മുകേഷുമാണ്. ഇനി ഇങ്ങനെ ഞാൻ മോഹൻലാലിനെ കുറിച്ചുള്ള വേറെ ഒന്നും പറയണ്ട. പിന്നെ എനിക്ക് വീണ്ടും ഒന്ന് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എൻ്റെ ഇതിൽ വന്നിരുന്നു യുയുത്സുവിന്, മഹാഭാരതത്തിലെ യുയുത്സുവിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് ഒരു ബ്രോ ഇങ്ങനെ എഴുതിയിരുന്നു, വിശദമായിട്ട് പറയണമെന്ന്. ഇത് തീർച്ചയായിട്ടും ഞാൻ പറയാനില്ല. അന്ന് ഞാൻ ഈ ഒരു സിനിമ കണ്ടല്ലോ, ആ സിനിമയിൽ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും കൽക്കി എന്ന സിനിമ കാണുമ്പം അതിന് മുമ്പിട്ട് മഹാഭാരതം കാണണം, മഹാഭാരതത്തിൽ ചില കഥകളുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ അന്ന് ഒരു അബദ്ധത്തിൽ കർണൻ്റെ കാര്യവും പറഞ്ഞതും അത് തെറ്റിദ്ധരുത്തി ആ സഹോദരിയോട് എനിക്ക് നന്ദിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു സംഭവത്തിൽ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചിരിക്കുന്നു ഏകലവ്യനെ കുറിച്ച്. അത് ഞാൻ ഇപ്പോൾ ഈ യുയുത്സുവിനെ കുറിച്ച് തുടങ്ങി വെച്ചുകൊണ്ട് അത് പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. അപ്പോൾ യുയുത്സു എന്ന് പറയുന്നത് ഗാന്ധാരിയുടെ ഭർത്താവാണല്ലോ ധൃതരാഷ്ട്രർ. ഗാന്ധാരി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ, ഗർഭവതി ആയിരുന്നപ്പോൾ ധൃതരാഷ്ട്ര ശുശ്രൂഷിക്കാനായിട്ട് ഒരു ദാസി വന്നു. അവർ വന്നപ്പോഴാണ് അതിൽ അവരുടെ സാമർഥ്യവും എല്ലാം കണ്ട് ആകൃഷ്ടനായ, അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പാടില്ലെങ്കിലും ഇവരുടെ സാമർഥ്യം വെളിവാകുമല്ലോ,
അതിൽ ധൃതരാഷ്ട്രക്ക് ജനിച്ച പുത്രനാണ് യുയുത്സു. ഈ യുയുത്സു എന്ന് പറയുന്നത് പിന്നീട് അപ്പോൾ ദുര്യോധനൻ്റെ ഇളയതായിട്ട് വരും, ദുശാസനൻ്റെ മൂത്തതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് കഥയിൽ മഹാഭാരതത്തിൽ പറയുന്നത്. ഇനി ആരും എന്നോട് തർക്കിക്കാൻ നിൽക്കേണ്ട, മഹാഭാരതത്തിലെ ഏട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞതാണ്, അല്ല എൻ്റെ മനസ്സിലോ ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. ഈ യുയുത്സു എന്ന് പറയുന്നത് ഈ പാണ്ഡവരുടെയും കൗരവരുടെയും അർദ്ധ സഹോദരനാണ്. അതായത് ധൃതരാഷ്ട്ര മകനാണ് യുയുത്സു, പാണ്ഡവരുടെയും സഹോദരനായിട്ട് വരുമല്ലോ. അങ്ങനെയാണ് യുയുത്സു. മാത്രമല്ല മഹാഭാരത യുദ്ധത്തിന് ശേഷം എല്ലാവരും മരണപ്പെട്ട ശേഷവും ജീവനോട് അവശേഷിക്കുന്നത് യുയുത്സുവാണ്. യുയുത്സു പക്ഷേ യുദ്ധം ചെയ്തത് കൗരവപക്ഷത്തു നിന്നായിരുന്നില്ല. അതായത് യുദ്ധത്തിന് മുമ്പായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അപ്പോൾ അതിരഥന്മാർ 11 പേര്, ഈ അറിയാമല്ലോ അതിരഥന്മാരെക്കുറിച്ച്, ഈ 11 പേരിൽ ഒരു അതിരഥൻ എന്ന് പറയുന്നത് യുയുത്സു ആയിരുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ തൻ്റെ തേരിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു, ഇനിയും ആർക്കെങ്കിലും ഞങ്ങളുടെ പാണ്ഡവപക്ഷത്തേക്ക് വരാമെങ്കിൽ സ്വീകരിക്കുന്നതാണ്. കാരണം ധർമ്മത്തിനും നീതിക്കും നിലകൊള്ളുന്നതാണ് പാണ്ഡവപക്ഷം എന്ന് കരുതി യുയുത്സു കൗരവപക്ഷത്തു നിന്ന് യുദ്ധസമയത്ത് നേരെ പാണ്ഡവപക്ഷത്തേക്ക് മാറി. പാണ്ഡവപക്ഷത്തേക്ക് മാറിയ ശേഷം ഈ യുയുത്സുവാണ് മഹാഭാരതത്തിൽ യുധിഷ്ഠിരന് വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ യുദ്ധശേഷവും ഈ യുയുത്സു ജീവനോടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് പിന്നീട് ഭരണമായിട്ടെടുക്കുന്നത്. അപ്പോൾ ഏകലവ്യനെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതല്ല, ഞാൻ വായിച്ചത് അന്ന് ഞാൻ വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. വീണ്ടും ഞാനത് ഒന്നുകൂടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ നോട്ട് ചെയ്ത് വായിക്കാം. അക്കോർഡിംഗ് ടു മഹാഭാരത, ഏകലവ്യാസ് മദർ ഈസ് ഇൻഡീഡ് കുന്തി ബട്ട് നോട്ട് ബയോളജിക്കലി. ഏകലവ്യ വാസ് ബോൺ ടു കുന്തി ബിഫോർ ഹെർ മാരേജ് ടു പാണ്ഡു ആൻഡ് ഷീ ഈസ് അബാൻഡൻഡ് ഹിം ടു ദ ഫോറസ്റ്റ് ടു അവോയ്ഡ് സോഷ്യൽ സിഗ്മ. അതായത് ചെറുപ്പത്തിൽ തന്നെ ജനനത്തോടുകൂടി തന്നെ ഈ ഏകലവ്യനെ വനത്തിൽ ഉപേക്ഷിച്ചു. ഹി വാസ് ലേറ്റർ ഫൗണ്ട് ആൻഡ് അഡോപ്റ്റഡ് ബൈ ഹിരണ്യധനുസ്. ഈ ഹിരണ്യധനുസാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവും വേറെ ഒരു സ്ത്രീയുടെ പേര് പുള്ളി പറഞ്ഞിരുന്നു, മാതാവെന്ന് പുള്ളി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ വീണ്ടും എടുത്ത് വായിച്ചപ്പോഴാണ് ഹി വാസ് ലേറ്റർ ഫൗണ്ട് ആൻഡ് അഡോപ്റ്റഡ് ബൈ ഹിരണ്യധനുസ് ദ കിങ് ഓഫ് ദ നിഷാദ. അപ്പോൾ അതായത് ഹിരണ്യധനുസും നിഷാദ സ്ത്രീയാണ് അമ്മ, ഭാര്യ. അപ്പോൾ കുന്തി അല്ല കേട്ടോ, ബയോളജിക്കലി കുന്തി അല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം, ഞാൻ വ്യക്തമായിട്ട് നോക്കി. അപ്പോൾ ഹിരണ്യധനുസും ഭാര്യയാണ് ഏകലവ്യൻ്റെ അഡോപ്റ്റീവ് പേരൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ പല ഭാഗത്ത് കണ്ടു. ഞാൻ കണ്ടതാണ് വായിച്ചത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം തെറ്റ് വരുത്തിയല്ല. എങ്കിലും സഹോദരൻ ഇങ്ങനെ തിരുത്തിയത് നല്ലതാണ്. നമുക്കിപ്പം തന്നെ മുമ്പ് പറയുന്നത് പാണ്ഡവർ 5 പേരാണ് പാണ്ഡവർ. 5 പേര് പാണ്ഡവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്? യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. എന്നാൽ നകുലനും സഹദേവനും കുന്തി പ്രസവിച്ചാണോ? അല്ല, നകുലനും സഹോദരൻ ഇരട്ടകളാണ്. അത് വേറെ അമ്മയെ ജനിച്ചതാണ്, പാണ്ഡുവിൻ്റെ മക്കളാണ്. അപ്പോൾ പാണ്ഡുവിന് സെക്സായിട്ട് ഒരു സ്ത്രീയെ പ്രാപിക്കാൻ പറ്റില്ല, അതൊരു ശാപമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ് പുഷ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഹിരണ്യധനുസാണ് അത് പുള്ളി ഒരു വനത്തിൽ രാജാവാണ്, അദ്ദേഹമാണ് ഏകലവ്യനെടുത്ത് വളർത്തിയത്. പിന്നെ ഇങ്ങനെയുള്ള കഥകൾ വീണ്ടും വീണ്ടും പോകുന്നു. അപ്പോൾ ഏറെക്കുറെ ഞാൻ യുയുത്സുവിനെ കുറിച്ച് പറഞ്ഞു. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ വീണ്ടും ആ സഹോദരൻ ചോദിച്ചുകൊണ്ട് വായിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇനി വീണ്ടും നല്ല നല്ല കഥാപാത്രങ്ങൾ, നമ്മൾ അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ ഈ മഹാഭാരതത്തിലുണ്ട്. ഇപ്പോൾ ഏതായാലും ഞാൻ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ്. കർണനായിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് കർണനായിട്ട് മോഹൻലാൽ വന്നുകൂടാ എന്ന് ഒരു സഹോദരൻ എഴുതി ചോദിച്ചിരിക്കുന്നു. ഞാനത് അതായത് ശകുനിയായിട്ട് മമ്മൂട്ടി വന്നാൽ നന്നായിരിക്കും. കാരണം വളരെ സെൻറ്റിമെൻറ്റ്സ് സബ്ജക്റ്റാണ് ശകുനിയെ പലരും ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ പറഞ്ഞത് ശകുനിയായിട്ട് മമ്മൂട്ടി. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു എന്തുകൊണ്ട് കർണനായിട്ട് മോഹൻലാൽ. അപ്പോൾ ശരി, കർണനായിട്ട് മോഹൻലാൽ വന്നാൽ വളരെ നന്നായിരിക്കും. ഇല്ലെന്നാലും പറഞ്ഞു വളരെ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാർ നമ്മുടെ മഹാഭാരതത്തിൽ നിന്നായാലും ശരി എവിടെ നിന്നാലും വരുമ്പം നമുക്ക് സന്തോഷമായിരിക്കും. 4 കൈ നീട്ട് നമ്മൾ സ്വീകരിക്കും. ഏതായാലും ഇന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഛായാമുഖിയെ പറ്റി പറഞ്ഞു. ഇനി അടുത്തൊരു എപ്പിസോഡ് എപ്പോഴും മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഇനി പറയാനുണ്ട്. അത് വിട്ടുപോകാൻ പാടില്ല. ഒരുപാട് എൻ്റെ 50 വർഷത്തോളമുള്ള പരിചയങ്ങളും അനുഭവങ്ങളും സിനിമയെക്കുറിച്ചുണ്ട്. അത് കേൾക്കാനായിരിക്കുമല്ലോ എൻ്റെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ടച്ച് വിട്ടുപോകാതെ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും ഞാൻ സിനിമയെക്കുറിച്ച് തന്നെ വരും. എങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും തെറ്റുകൾ തിരുത്തരുന്നത് എപ്പോഴും ഞാൻ സ്വീകരിക്കും. ഞാൻ ഒരിക്കലും
അത് ഇല്ലെന്ന് പറയില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഈ സഹോദരൻ ഏകലവ്യനെക്കുറിച്ച് പറഞ്ഞതും എനിക്ക് വീണ്ടും ആ പുസ്തകം പാരായണം ചെയ്യാൻ വായിക്കാൻ തോന്നിയത് നന്നായി. ഇനിയിപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ പറയുമല്ലോ, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് പറയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഈ ലൈക്കാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും കൂടിയ ഒരു പ്രചോദനം എപ്പോഴും പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. മതിമോഹനം മാനസം